ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. 2024 എന്ന കലണ്ടർ വർഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. നിലവിൽ ISL പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ്. രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് ബംഗളൂരു FC ആണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ മാത്രമാണ് ഉള്ളത്. കേവലം 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഏതായാലും 2024 എന്ന വർഷം പൂർത്തിയായതിന് പിന്നാലെ ഫാൻസ് ടീം ഓഫ് ദി ഇയർ ഇപ്പോൾ ISL തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആരാധകർ വോട്ട് ചെയ്തുകൊണ്ട് താരങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച 11 താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 11 ആണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു താരം മാത്രമാണ് ഇടം നേടിയിട്ടുള്ളത്. അത് നോവ സദോയിയാണ്. ഏതായാലും ഈ ഒരു 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മോഹൻ ബഗാന്റെ വിശാൽ കെയ്ത്താണ് വരുന്നത്. ഇനി പ്രതിരോധ നിരയിൽ സുഭാഷിഷ് ബോസ് വരുന്നു, മോഹൻ ബഗാന്റെ താരമാണ്. അതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ തിരി അവിടെയുണ്ട്. അതുപോലെ തന്നെ ഒഡീഷയുടെ മൊർത്താദ ഫാൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗളൂരു FCയുടെ രാഹുൽ ബാക്കെ വരുന്നുണ്ട്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ FC ഗോവയുടെ ബോർഹ ഹെരേര അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ അപ്പൂയ റാൾട്ടെ അവിടെ വരുന്നുണ്ട്. ഇനി ഒഡീഷ FCയുടെ സൂപ്പർ താരമായ ഹ്യൂഗോ ബോമസിനും ഈ ഒരു 11ൽ ഇടമുണ്ട്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മോഹൻ ബഗാന്റെ മൻവീർ സിംഗ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അലാദീൻ അജാറെ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോവ സദോയി വരുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ടീം ഓഫ് ദി ഇയർ ഇപ്പോൾ ISL പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫാൻസിന്റെ ഒരു ടീം ഓഫ് ദി ഇയർ ആണ്. പരിശീലകനായിക്കൊണ്ട് അന്റോണിയോ ഹബാസിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അന്റോണിയോ ഹബാസ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനെ പരിശീലിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പരിശീലക സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ടീമുമായി ബന്ധപ്പെട്ട നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.